ജി നായർ ഇന്നിപ്പോൾ ലോകായുക്തയുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ തീരുമാനം, ആ വാർത്തയോട് കോൺഗ്രസ് പ്രതികരിച്ചത് അണ്ണൻ തമ്പി കളിക്കുകയാണ് എന്നുള്ളതാണ്. അതൊരു കൊടുക്കൽ വാങ്ങൽ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ എന്ന രൂപത്തിലാണ് കോൺഗ്രസ് കണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം വന്നിരിക്കുന്ന രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ് നിങ്ങളെ മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല സ്മൃതി. ഞാൻ എന്തായാലും ആദ്യമായിട്ട് ഈ ചർച്ച ആര് ജയിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളം പരാജയപ്പെട്ടതിനെ സംബന്ധിച്ചാണ്. കാരണം ഈ അഴിമതിയുടെ പേരിൽ, അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ അഴിമതിയുടെ തലതൊട്ടപ്പനായ സ്വന്തം മകളും മരുമകനും ഉൾപ്പെടെ അഴിമതി നടത്തി മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പിണറായി വിജയൻ തൻ്റെ അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ ശ്രമം ഇന്ന് അദ്ദേഹത്തിന് ആ ശ്രമം നടത്തിയെടുക്കാനായി എന്നുള്ളതാണ്. ഇപ്പം സ്മൃതി ചോദിച്ച കാര്യം ഇതിനു കൂടെ ചേർക്കേണ്ടതാണ് ഈ പറഞ്ഞ 3 ബില്ലുകൾ. ഈ 3 ബില്ലിലും ആരാണ് രക്ഷപ്പെടുന്നത്, ആർക്കാണ് നേട്ടമുണ്ടാകുന്നത് നോക്ക്. ഒന്ന്, അഴിമതി നടത്താൻ വേണ്ടി ഈ മുഴുവൻ സംവിധാനത്തെയും തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പിണറായി വിജയൻ ഒരു ഭാഗത്ത് വിജയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ 3 ബില്ലോടുകൂടി ചാൻസലറാക്കിയിരിക്കാൻ ഗവർണർക്ക് എല്ലാ അവകാശവും ഇപ്പോൾ തൽക്കാലം എന്തായാലും മാറേണ്ടതില്ല എന്നുള്ള ചാൻസലർക്ക് പ്രൊട്ടക്ഷനായിട്ട് ആ 3 ബില്ലുകൾ മാറ്റിവെച്ചിരിക്കുന്നു. അപ്പം വിജയിച്ചത് 2 പേരും ഗവർണറും പിണറായി വിജയനുമാണ്. ഇവർ തമ്മിൽ എന്തുകൊണ്ട് ഈ 2 പേരും വിജയിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ പ്രയോഗം പ്രസക്തമാകുന്നത്. ഈ 2 പേരെ വിജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാടകങ്ങളും അന്തർധാരകളുമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനെ ആരാണ് നിയന്ത്രിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പൊ BJPയും CPM-ഉം വളരെ കൃത്യമായി ഈ 2 പേരുടെയും അധികാരങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്നറിയോ? ഈ പറയുന്ന ലോകായുക്ത ബില്ല് എന്നാണ് ഒപ്പിട്ടത്? ഫെബ്രുവരി 9 ഈ ലോകായുക്ത ബില്ല് ഒപ്പിട്ടു രാഷ്ട്രപതി. എന്തുകൊണ്ട് ഗവർണറുടെ ഓഫീസ് ഈ വിവരം നേരത്തെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞില്ല? ഇത്രമാത്രം വലിയ കോളിളമുണ്ടാക്കിയ ലോകായുക്തയെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളുണ്ടായ, നിയമ പോരാട്ടങ്ങളുണ്ടായ, നിയമപ്രശ്നങ്ങളുണ്ടായ, ആരോപണങ്ങളുണ്ടായ വിഷയമല്ലേ? ഫെബ്രുവരി 9 ഇത് ഒപ്പിട്ടതിന് ശേഷം എന്തുകൊണ്ട് കേരളത്തോട് ഏകദേശം 1 മാസത്തോളം, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ 1 മാസമാവും, ഏകദേശം 3 ആഴ്ച എന്നെടുക്കൂ, ഈ 3 ആഴ്ച എന്തുകൊണ്ട് മറച്ചു വെച്ചു? ഇത് മാധ്യമങ്ങളല്ലേ പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഞാൻ കള്ളനെ പിടിച്ച, അല്ലെങ്കിൽ ഞാനും കൂടി രക്ഷപ്പെട്ടേ എന്ന് പറയാൻ വേണ്ടി ഗവർണർ ഈ 3 ബില്ലിന്റെ കാര്യം പറയുന്നത് വിത്തൽ ചെയ്തിരിക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഈ 2 കള്ളന്മാർ, 2 പേരും കള്ളന്മാരാണ്, ഒരു സംശയവും വേണ്ട. ആ 2 കള്ളത്തരത്തിന്റെ തലവന്മാർ മേശയ്ക്ക് അടിയിലിരുന്ന് ഉണ്ടാക്കിയ ധാരണ അത് BJP കേരളത്തിൽ നടത്തിക്കൊടുത്തിരിക്കുന്നു. ഇത് തന്നെയാണ് എപ്പോഴും BJP CPM-നോട് കാണിക്കുന്ന സമീപനം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. 2019 പിണറായി വിജയന്റെ മകൾക്കെതിരെ ROC-യും ED-യും അന്വേഷണം നടത്തി. പക്ഷെ 2024 വരെ ഈ വിവരം പുറത്തേക്ക് വന്നില്ല. കേരളത്തിലെ BJP പോലും ED അന്വേഷണം പിണറായി വിജയനെതിരെ ഉണ്ടായതിനെ സംബന്ധിച്ച് പുറത്തേക്ക് പറഞ്ഞില്ല. മനസ്സിലായില്ലേ? ഇനി ROC, ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി ജൂൺ 2023 പുറത്തു വന്നു ആ വിധി. പക്ഷെ ഓഗസ്റ്റ് വരെ ഈ വിധി BJP പുറത്തേക്ക് പറഞ്ഞില്ല. അന്ന് മറ്റൊരു മാധ്യമം, മനോരമയാണ് ആ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ പിണറായി വിജയൻ രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയുള്ള ED ഉൾപ്പെടെയുള്ളവരുടെ കണ്ടെത്തലുകൾ പോലും പുറത്തു പറയാതെ BJP സെറ്റിൽ ചെയ്യാണ്. വളരെ നഗ്നമായ രീതിയിൽ BJP CPM കൂടി സെറ്റിൽമെന്റ് നടത്തി കേരളത്തിലെ ജനങ്ങൾ വഞ്ചിച്ച കഥയാണ് ഈ 4 ബില്ലുകളുടെ കഥ. അതിൽ പിണറായി വിജയൻ രക്ഷപ്പെടുന്ന ഒരു വശത്ത്, മറുവശത്ത് വൈസ് ചാൻസലർ പദവി ഗവർണർ ഉറപ്പിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകായുക്ത ബില്ല് എന്താണ്? സാധാരണ ജനങ്ങൾക്ക് ഈ സർക്കാരിന്റെ അഴിമതിയെ സംബന്ധിച്ച് സമീപിക്കാൻ കഴിയുന്ന ഒന്ന്. അവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന നമ്മുടെ മാസപ്പടി വിവാദം കത്തി നിൽക്കുകയാണല്ലോ. ആ മാസപ്പടി വിവാദത്തിലൊരു സാധാരണ മനുഷ്യൻ ലോകായുക്തയിൽ കൊണ്ടൊരു പരാതി കൊടുത്താൽ ആ മുഖ്യമന്ത്രിയെ അന്വേഷിക്കണമെങ്കിൽ നിയമസഭയുടെ തീരുമാനം വേണം. ആ നിയമസഭയുടെ തീരുമാനം എന്തെങ്കിലും ഈ പറയുന്ന ഭരണപക്ഷത്തിനെതിരായിട്ട് എടുക്കുന്ന സാഹചര്യം ഉണ്ടാവുമോ? പ്രത്യേകിച്ച് CPM-ൽ മുഖ്യമന്ത്രിയുടെ നേതാവിന്റെ മകളെ ന്യായീകരിക്കാൻ വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി പ്രസ്താവന ഇറക്കുന്ന കാലമാണ്. അതിനകത്ത് ഒരാൾ പോലും ഉയർന്നു നിന്നുകൊണ്ട് സഖാവെ
നിങ്ങളുടെ മകളുടെ പേര് എങ്ങനെ ഇതിൽ വന്നു, എങ്ങനെ നിങ്ങൾ പണം മേടിച്ചു, എങ്ങനെ ഈ ഇത്രയും പാരമ്പര്യമുള്ള AKG സെന്ററിന്റെ പേര് വെച്ചുകൊണ്ട് ഒരു തട്ടിപ്പ് കമ്പനി നിങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാൻ ആർജവമില്ലാത്ത ഈ അടിമകളുടെ കൂട്ടത്തിന്റെ ഒരു പാർട്ടിയായി CPM മാറി. ആ കാലത്ത് പിണറായി വിജയനെതിരെ അന്വേഷണം നടത്താൻ, അഴിമതിയെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കാനുള്ള ഒരു ഫോറം അടച്ചു വെച്ചു. എനിക്ക് പറയാനുള്ളത്, ആത്മാഭിമാനം അല്പമെങ്കിലുണ്ടെങ്കിൽ ഈ പറയുന്ന ജഡ്ജിമാർ ഈ ഒരുപോലെ സഹായിക്കുന്ന തീരുമാനം ലോകത്തിൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.